ഹലോ ഗായ്സ്, ഇന്ന് നമുക്കൊരു നേന്ത്രപ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി നോക്കിയാലോ. അതിനായിട്ട് ഞാൻ ഈ വലുപ്പത്തിലുള്ളൊരു പഴമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് പഴം കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ചെറുതായിട്ടാണ് പഴം കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. പഴമയുടെ പുതുമ എന്ന് പറയുന്നത് പോലെ ഞാനിവിടെ മൺചട്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് പുളിശ്ശേരി. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച പഴവും 2-3 പച്ചമുളകും കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ എരിവിനനുസരിച്ച് കുറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. അതെല്ലാം മൺചട്ടിയിൽ ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അടച്ചു വെച്ച് വേവിക്കുക. പഴം ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് റെഡിയാക്കാൻ കുറച്ച് തേങ്ങ, മഞ്ഞൾപ്പൊടി, ജീരകം, 2 വെളുത്തുള്ളി ഇവയെല്ലാം നന്നായിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് വെന്ത് വന്ന പഴത്തിലേക്ക് ഇതെല്ലാം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വേവിക്കുക. ഇനി നമുക്ക് ആവശ്യം 1 കപ്പ് തൈരാണ്. ഇപ്പം നമ്മുടെ കറി തളിക്കാനുള്ള ഐറ്റംസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എപ്പോഴും വേവിച്ച് വെച്ച പഴം പകുതി തണുത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം കേട് ചേർക്കുക, അല്ലേ പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് കറി താളിച്ച് കൊടുക്കാം. ഇപ്പം നമ്മുടെ നേന്ത്രപ്പഴം പുളിശ്ശേരി ഇതാ റെഡി ആയിട്ടിരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. താങ്ക് യു ഫോർ വാച്ചിങ്.